ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആകെ തിളങ്ങി നിൽക്കുന്നുണ്ട് ലാസ്റ്റത്തെ 2 എപ്പിസോഡായിട്ട് കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റിൽ വാഗമൺ തന്നെയാണ്. വാഗമണ്ണിൽ അടുത്ത ട്രയൽ നമ്മൾ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം വാഗമൺ ടൗണാണ്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ തന്നെ അത് KSRTC സ്റ്റാൻഡ് വരണത്. KSRTC ബസ് സ്റ്റോപ്പ്, വാഗമൺ ടൗൺ സ്റ്റോപ്പ്. ഞാനുണ്ട്, അതുപോലെ തന്നെ ആംറ്റോയും ഉണ്ട്. ഞങ്ങളുടെ 2 ബൈക്കും ഫുൾ സസ്പെൻഷൻ പ്രൊഫഷണൽ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതെൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. ചേട്ടാ ഒരു ഹായ് പറഞ്ഞോ, വീഡിയോ. നമസ്കാരം. ആളാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ, ഞങ്ങളുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ ആ ചേട്ടനും ഉണ്ട്. ചേട്ടൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഏതാ? ഭാസ്കരൻ ചേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാ റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നെ കേട്ടാ. ഇത് തേയിലയാണോ? ഇത് ഉണക്കണ്ടേ? ഇനി ഫാക്ടറിയിൽ കൊണ്ടു കൊടുക്കും. ചേട്ടൻ്റെ തോട്ടമുണ്ടോ അവിടെ? ചില്ലറക്കടക്കാരുടെ അവര് ഇവിടെ കൊണ്ടുവരും. കളക്ടിങ് ഫാക്ടറി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഞങ്ങളൊന്ന് സൈക്കിൾ ഓടിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പോളിവുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. ആംറ്റോ സെറ്റല്ലേ? ഇന്നെങ്ങടെ പോണേ? വരാട്ടുമേട്. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് എവിടെ പോയെന്നറിയോ? നമ്മൾ ഉറുമ്പിക്കരയല്ല, എപ്പോഴും ഉറുമ്പിക്കര എന്ന് പറഞ്ഞ കേട്ടാ. ഉളുപ്പുണ്ണി, വൺ ഓഫ് ദ ബെസ്റ്റ് ട്രയൽ തന്നെയായിരുന്നു. ഞാനും ഏതാ അങ്ങോട്ട് ഞങ്ങൾ വരാട്ടുമേട് പോവാനാ. വരാട്ടുമേട് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കത്തി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കണം കേട്ടാ. സോ ഫുൾ പക്ക പ്രൊഫഷണലിസം. തണുക്കുണ്ട്. അപ്പോൾ റെഡ് അലേർട്ടാണ് ഇടുക്കി ജില്ലയിൽ. എന്തായാലും നല്ല മഴയുണ്ട്, എന്തായാലും പോവാം. 2 ലൊക്കേഷനാണ് കേട്ടോ. വരാട്ടുമേടും പുള്ളിക്കാനും 2 സൈഡാണ്. വരാട്ടുമേടും ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലം 2 റൂട്ടാണ്. അതുകൊണ്ട് കാലത്ത് ഞങ്ങൾ ഉളുപ്പുണ്ണി പോയി, അതിന് ശേഷം ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്ത് സെയിം ദിവസത്തെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് നേരെ പോണത് വരാട്ടുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ഞങ്ങൾ 2 പേരും പോകുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ടാണാണ റോളിങ് എന്ന് പറഞ്ഞുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. റോളിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്നുവെച്ചാൽ ഫുൾ പക്ക പ്രൊഫഷണൽ ലുക്കിൽ ഫുൾ സസ്പെൻഷൻ വണ്ടി. ഒരു 5 കൊല്ലം മുന്നത്തെ ഒരു ഡ്രീമായിരുന്നു. ഇപ്പോൾ നമ്മളത് സക്സസ്ഫുള്ളി ചെയ്തിട്ട് ഇപ്പോൾ പോണത്. ഹായ്. മൊട്ടക്കുന്നുകളുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മെഡോസുകളാണ്, അതിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. കുറേ ആൾക്കാരുകളും ഇതുകളൊക്കെ കണ്ടില്ലേ, നല്ല തിരക്കുണ്ടല്ലേ? അല്ലത് മൊട്ടക്കുന്ന് അല്ലേ? മൊട്ടക്കുന്നിൻ്റെ ഏരിയ കേട്ടോ. മൊട്ടക്കുന്ന് കാണാൻ വേണ്ടി മൊട്ടക്കുന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാ. നിങ്ങളൊക്കെ ഞാൻ വന്നിട്ടുണ്ട് പണ്ട്. മൊട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വഴിയൊക്കെ പാസ് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വരാട്ടുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. ജില്ലയിലത്തെ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു. ഏതാ രജിസ്ട്രേഷൻ? അത് KL തന്നെയാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് തമിഴ്നാട് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ വീഡിയോസ്? ആണോ? താങ്ക് യു. ഞാൻ പുതിയ ബൈക്ക് എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ. വരാട്ടുമേട് ഉളുപ്പുണ്ണി കാലത്ത് പോയി. അപ്പോൾ ഫുൾ സസ്പെൻഷൻ അതെടുത്തപ്പോൾ ചുമ്മാ ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം? ഹായ് പറഞ്ഞു. ലൈവാ. ഹായ്. നിങ്ങളെല്ലാവരും പാല്? എല്ലാവരും പാല. അടിപൊളി. ഞാനുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇറങ്ങിയതാ. ഇന്നലെ പോന്നു, ഫുള്ള് കറങ്ങി. അങ്ങനെ അയ്യോ ഒരു രക്ഷയില്ല. എന്തൊരു സാധനം? മഷ്റൂമാ? നശിപ്പിക്കണ്ട. ഇതിന്റെ സാധനമാണ്, പ്ലാസ്റ്റിക് കവറാണ്. അപ്പോഴേക്ക് തള്ളി മറിക്കാം. മാജിക് മഷ്റൂം. ഇത് കളറില് ശരിക്കും മഷ്റൂം ഇരിക്കണോണ്ടല്ലോ. അത് ആരും ഈ കാണുന്നത് തന്നെ ഉള്ളൂടാ. എന്റെ മോനെ ഇതാണ് കേട്ടോ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ
ന്യൂസുകാർ തള്ളുന്ന റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ ഇടുക്കി വാഗമൺ സൈഡ് ചാറ്റലുണ്ട്, എന്നാലും സ്റ്റിൽ നോക്കി ഫുള്ള് മൊട്ടക്കുന്നുകളാട്ടാ. മൊട്ടക്കുന്നിലൂടെയാണ് ഞങ്ങൾ റൈഡ് ചെയ്ത് പോണത്. വരാട്ടുമേട് പോകുന്ന വഴി നമുക്ക് ഈ ഒരു പാറ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് തങ്ങൾപ്പാറ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു വട്ടം ഇതിൻ്റെ തുമ്പ് റൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മാരിനായിട്ട്. പോളിട്ടനായിട്ട് ഇപ്പം അങ്ങോട്ടല്ല പോണത്, പാറയാണ്, വഴുക്കലുണ്ടാവും. എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ഐ ഡോണ്ട് വാണ്ട് ടേക്ക് എനി റിസ്ക്. സോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ വരാട്ടുമേടാ പോണത് കേട്ടോ. ഈ പാറയില്ലടാ മറ്റേ ടാറ്റ കയറിയത് അല്ലേ? അതന്നെ തങ്ങൾപ്പാറ, ഈ പാറ തന്നെ, ആനപ്പാറ തങ്ങൾപ്പാറ എന്നൊക്കെ പറയണത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സാധനം വരണേ. ഞങ്ങൾ പാലൊഴുകും പാറ എത്തി കേട്ടോ. ഇതാണ് പാലൊഴുകും പാറ. ഈ പാറയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് വരാട്ടുമേട്. മേലേക്ക് കയറണം കേട്ടോ. എങ്ങനെയുണ്ട് പാലൊഴുകും പാറ? പാലൊഴുകി വരുന്നൊരു പോലെ തന്നെയുണ്ട് കേട്ടോ പാലൊഴുകും പാറ. ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഇനി മേലോട്ട് കയറണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് വരാട്ടുമേട്ടിലേക്ക് പോകാനുള്ള അടയാളം കേട്ടോ. ഇവിടുന്ന് മേലോട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, മേലോട്ടാടാ. എന്നിട്ട് ഇവിടെ ഒരു അല്ലല്ല ഈ വഴിയാണെന്നുണ്ട്. അല്ല, നേരെ 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 നേരെയാ നേരെ തന്നെയാടാ. ഞാൻ വന്നിട്ട് ഓർമ്മയുണ്ട്. റൈഡേഴ്സൊക്കെ ഉണ്ടല്ലോ. അവർ മേലോട്ട് കയറ്റി തരിക. എടാ മുന്നത്തെ പോലെയല്ല ഇപ്പോൾ, ഫുള്ള് അപ്പിയുടെ മണം. ഓ വെള്ളം സീനാണോ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇവിടെ എവിടെയോ നല്ല റോഡ് പണിതിട്ടുണ്ട്. ഓഫ് റോഡാ? നേരെ നേരെ മേലോട്ടാ മേലോട്ടാ. പിടിച്ച് കയറ്റിക്കോ. ഇതൊക്കെ പുതിയത് വന്നതാണ്. ഞാൻ കഴിഞ്ഞ വട്ടം മാരനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇത് പുതിയതാ ഈ വഴിയൊക്കെ. എന്തിട്ടാണോ ഇത്? നമുക്ക് മേലോട്ട് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. പകുതി കയറിയിട്ടുണ്ട്. വരാട്ടുമേട്ടിലേക്ക് പോകേണ്ട വഴിയാണ് കേട്ടോ ഇത് കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര നടക്കാനും കൂടി പറ്റണല്ലേ ഇത്, ആ റൂട്ട്. ഇനി കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാം. ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നിട്ടുള്ള കാരണം ആ ഒരു പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണേ. ഇപ്പം എന്നെ കയറി വന്ന വഴി അതിഭീകരം, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാ. അത് എളുപ്പമല്ല. ഇനി കുഴപ്പമില്ല. ഇനി വരാട്ടുമേട് ഇതുണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയെന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചോളാം കല്ലുമ്മ തട്ടുന്നു. ഞങ്ങൾ 2 വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കോൺക്രീറ്റ്. ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് എത്ര നാളെ ചേട്ടാ? ഇതിപ്പോൾ 2 മാസമായിട്ടുണ്ടാവും. ഞാനിവിടെ കളത്തിലില്ലായിരുന്നു. ഞാൻ എറണാകുളം വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ എന്താ വർക്ക്? ഇവിടെ താഴെ ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറിയ നമ്മുടെ സ്ഥലമാണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ഉണ്ടതല്ലേ, നല്ല കുഴിയും കാറിനൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെറൈനായിരുന്നു. ഇതിലേ വന്നിരുന്നത്. ഇപ്പൊ ഇതിലേ വരുന്നുണ്ടോ? ഇതിലെ വണ്ടി കയറി വരുന്നുണ്ട്, പക്ഷേ ഈ വഴി ഇപ്പൊ കയറുന്നില്ല. റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പ വഴി ഇത് തന്നെയാണ്. ഈ വഴിയാണ് അല്ലേ? ഇതിപ്പോ ഏതാ വഴി പോണേ? ചുറ്റി വളഞ്ഞു പോണോ? ഇത് കുറച്ച് ചുറ്റി വളഞ്ഞു തന്നെ പോണം. ഏകദേശം 1 കിലോമീറ്ററോളം പോണല്ലേ? ഓക്കെ. ടൗണിലോട്ട്, മെയിൻ റോഡിലോട്ട്. ർക്ക് കുറച്ചും കൂടി അവര് പണ്ട് ഈ ക്ലബ്ബുകാരൊക്കെ ഒരുമിച്ച് വരുമ്പോ ഈ വഴി കൂടിയാ വന്നത്. ഈ വഴി കൂടെ വന്നിരുന്നേ അവർക്ക് തോന്നിയത് തന്നെയാണ്. വണ്ടി ഇപ്പൊ കയറുന്നുണ്ടോന്ന് നമുക്കറിയാം. അപ്പൊ ഞങ്ങളിവിടെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അടപ്പ് തെറിച്ച് തണുത്ത്. ആയിക്കോട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് മേലോട്ട് കയറി പൊളിക്കാന്ന് വിചാരിച്ചിട്ടാ. സോ വരാട്ടുമേട് ഗൈസ്. ഇത് വെറും തുടക്കം. ഇവിടെയൊക്കെ വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ ഇതായിരുന്നു, മോശമായിരുന്നു. ഇപ്പോൾ ഇതേ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വണ്ടിക്കാർ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് കയറി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇത് മുന്നേ ചെയ്തിട്ടുള്ളതാണെന്നുണ്ട്. ഈ സാധനം കയറ്റി
ചവിട്ടി മരിക്കാൻ ഞാനില്ലടാ, ഇത് മുന്നേ ഉള്ളതാ. ഒരു പരിധി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കോൺക്രീറ്റ് ഇട്ട വഴി ഫുള്ള് കിടലൻ ഓഫ് റോഡായിരുന്നു, അതൊക്കെ പോയി. 2 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞേ. ഇനി ഇതാണ് ഒരു പ്രതീക്ഷയുള്ളത്. സ്കിഡാവുണ്ടോ? സ്കിഡാ ഇല്ല ഇല്ല, മാറ് 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 മാറ്. പറയണ്ടേ? ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ എപ്പോഴാ ലാസ്റ്റ് വരാട്ടുമേട് വന്നതിന്? ഭയങ്കര മാറ്റമായിട്ടോ, ഭയങ്കര മാറ്റമായി. സോ ഇനി ക്ലൈംബ് കയറി തുടങ്ങിയിട്ടുള്ളൂ. കുറേ കയറാണ്ട് കേട്ടോ. വഴുക്കലില്ല അല്ലേ? ഡ്രൈ പാറ, അത് പൊളിച്ച്. അതെന്തായാലും നന്നായില്ലേ? സെറ്റ്. മലയുടെ ടോപ്പിൽ ആൾക്കാരുണ്ട് കേട്ടോ. മോനെ കഴിഞ്ഞില്ലടാ. ഇതന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും തോന്നില്ല. പറ്റുമോ? അതെ, എത്തിയില്ലേ നിങ്ങള്? കൺഗ്രാറ്റ്സ്. അങ്ങോട്ടും പോകാൻ പറ്റുമോ? ആ പോടാ മോനെ, വ്യൂ നോക്ക്, പൊളിയല്ലേ? ക്ലൈംബാണല്ലോ. ആ ലെഫ്റ്റ് എടുക്കാട്ടോ, ലെഫ്റ്റ് എടുക്കാം. വാ, ലെഫ്റ്റ് ലെഫ്റ്റ്. അതെ, ഹായ്. Push. ഓനെ വേറൊരു ലൊക്കേഷനും കൂടി പോകാന്ന് വിചാരിച്ചു. തൊട്ടപ്പുറത്താണ്, ബാക്ക് സൈഡായിട്ട് വരുന്നില്ലേ? ലൈവാ. ഇതല്ലടാ വഴി? അതായിരുന്ന വഴി? ഇവിടെ അങ്ങനെ വഴിയൊന്നുമില്ല, പോവാൻ പറ്റിയാൽ അത് ഭാഗ്യം.
പരിപാടി സെറ്റല്ലേ മോനെ. നമ്മുടെ ബൈക്കും അത്ര കേപ്പബിൾ ആയതുകൊണ്ട് മുത്ത് നോക്കിയേ. എൻ്റെ അമ്മേ ഇവിടെ 2 എക്സ്പൾസ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ നിങ്ങളുടെയാ പൊളി. ഈ മല ഇവിടെ 8 കിലോമീറ്ററോളം എന്തായാലും. എൻ്റെ മോനെ സെറ്റ്. പൊളി പൊളി. അടുത്ത ആളോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല കോട വരുന്നുണ്ട്. നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാലൊഴുക്കും പാറ അപ്പുറത്തുണ്ട് സുഹൃത്തുക്കളെ. പാലൊഴുക്കും പാറ അപ്പുറത്ത് കേട്ടോ. മോനെ ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, വേറെ ഒന്നും കാണണ്ട. മോനെ പാലൊഴുക്കും പാറ. നമ്മുടെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. 3 പേരായി റൈഡേഴ്സ്. ഇവിടെ നിന്ന് ഞങ്ങൾ റൈഡ് ചെയ്ത് പോവാ. ഫുൾ ഡൗൺ ഹില്ല് വരാട്ടുമേട്. ഒരു ഡ്രോൺ ഷോട്ട് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഡ്രോൺ ഉപയോഗിക്കുന്നവരാരെങ്കിലും മതി. ഒറ്റ ഒരു ഷോട്ട് മതി. ഈ ഒരു മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞുള്ള സ്പോർട്സ് നമ്മൾ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോൺ ഷോട്ട് നല്ല റൈഡ് ചെയ്തിട്ട് സ്റ്റൈലിൽ റൈഡ് ചെയ്തിട്ട് പൊടിക്കും അത്. പക്ഷേ ഡ്രോൺ ഉപയോഗിക്കുന്നവരെ കിട്ടാൻ വരെ പാടാ. അതാണ് പണി. നോക്കട്ടെ. നല്ല മഴയായി തുടങ്ങി. സെറ്റ്. ഇപ്പം എന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ. മോനെ നല്ല വൈബല്ലേ സീൻ ഗൈസ്. ഇത്രയും കാറ്റും കോടയും ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വട്ടം നമ്മുടെ മാരിൻ്റെ ബൈക്ക് എടുത്ത് വരുമ്പോൾ കേട്ടോ. ഇത് വേറെ വൈബ്. എനിക്ക് ഈ സാധനം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തിളങ്ങി നിൽക്കും 2 എണ്ണം കൂടി. സാറ്റലൈറ്റ് കാണാൻ പറ്റും. അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാറ്റ് നിൽക്കണോ. ഭയങ്കര വേദന എടുക്കണം. ഇത്രയില്ലേ ഗൈസ്. കൊടുങ്കാറ്റും മഴയും സുഹൃത്തുക്കളെ. പണി ആദ്യമായിട്ട് ഇങ്ങനെ ഇത് കേട്ടോ. ഞങ്ങൾ പയ്യെ ഇവിടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് എന്തുവാണാ സ്കിഡാവണതാ. സ്കിഡ് 1 കാറ്റ്. പണിപ്പോൾ ആളോട് ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഗ്ലൗസ് കൂടി വെച്ചു. കാരണം ഇനി ശരിക്കും പിടിച്ചില്ലെങ്കിൽ എല്ലാം സേഫാണ്. സ്റ്റിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഇത് വിടണമല്ലോ. അതിൻ്റെ പേരിലട്ടാ. പോട്ടെ പോട്ടെ പോട്ടെ.
വിഷ്വലി നിങ്ങളുടെ മുന്നിൽ എങ്ങനെ അത് കാട്ടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തതിൽ ഏറ്റവും ടോപ്പ് 5 വരുന്ന റൈഡായിരിക്കട്ടത്. എടാ ബ്രേക്ക് എന്താ കിട്ടാത്ത? ചെളി കയറിയിട്ടാണോ? ഇല്ല. ആ ഉണ്ട്. ജമ്പ് വേണ്ട കേട്ടോ, വേണ്ട വേണ്ട വേണ്ട, റിസ്കാ. എവിടെയാ തെന്നലെന്ന് പറയാൻ പറ്റില്ല. ഓ ഫുള്ള് പറയാ. സ്ലോ വാക്ക്. ഏതാ റൂട്ട്? ആ ബൈക്കാരുടെ അടുത്ത് കേട്ടാ. വെള്ളം ഉണ്ട് അതിൻ്റെ കണ്ണിരിക്ക് ഫുള്ള് വെള്ളം പോയി. മോനെ അവിടെ ഫ്രണ്ട് അവിടെ. ലെറ്റ്സ് ഗോ. കുഴിയാ ഞാൻ റോൾ ചെയ്തിറക്കി പോവല്ലേ? പോവാം ഗൈസ്. പുതിയതായാലും വഴുക്കൂട്ടോ. ചെളി കയറിയതാവൂലത്. ആ വഴുക്കാണ്ട് നോക്കിയോളോ. അവിടെ ഒരു ചാട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഞാനെ പൊളിച്ചില്ലേ? ആടി അല്ല ഓ ഓക്കെ ഗൈസ്, ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞു. പഴംപൊരി ഈ സാധനം ഒന്നും വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല, ഡയറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് വാരി വലിച്ചിട്ടൊക്കെ തിന്നണേ, പക്ഷെ അത്രയും കാലറി വേണം അവിടെ. അതുകൊണ്ടാണ് അവൻ ബ്രെഡ് പോക്കറ്റ് ബ്രൂ കാപ്പി സെറ്റ് വൈസ്. അങ്ങനെ റൈഡ് കഴിഞ്ഞു, ഫ്രഷായി, കുളിച്ച് ഒരു സമാധാനമായി. അതെ, അവൻ യാത്രയാവാനുണ്ടോ. ഞാൻ നാളെ പോകണുള്ളൂ, എനിക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അവൻ ബാഗ് എടുത്തിട്ട് ഇന്ന് പാക്ക് ചെയ്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. ബാബു ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് 6:10-നും 6:30-നും 6:30-നും ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് മാറി കയറണം. 6:10-നും 6:30-നും 6:50-നും ബസ് ഉണ്ട്. വന്നാൽ വന്നു എന്ന് പറയാട്ടോ അതൊക്കെ. അപ്പോൾ അവൻ പാക്ക് ചെയ്ത് പോവാണ്.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു മൗണ്ടൻ ബൈക്കിംഗ് താല്പര്യപ്പെടുന്ന 2 പാവങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.